നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 100 ദിവസങ്ങൾക്ക് താഴെ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെയും 6ാമത്തെയും ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കൃത്യം 9 മണിക്ക് തന്നെ അദ്ദേഹം ഈ ബജറ്റ് അവതരണം നടത്തും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് വികസനവും ക്ഷേമവും എല്ലാം ഒരുപോലെ കോർത്തിണക്കി അത്രയും പ്രാധാന്യം നൽകുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേത് എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും അദ്ദേഹം നൽകിയ സൂചനകളും. മറ്റൊന്ന്, ഈ കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതും ആവശ്യത്തിന് സംസ്ഥാനത്തിന് പണം നൽകാതെ ഞെക്കിപ്പിഴിയുന്നു എന്ന പരിഭവവും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാവുന്നതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റാണ്. നിശ്ചയമായും ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ഒക്കെ ഈ വയോജന വനിതാ ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറെയുമാണ്. എന്തായാലും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തലേ രാത്രി, അതായത് കഴിഞ്ഞ ദിവസം വമ്പൻ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയതും നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഈ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ പ്രഖ്യാപിക്കുന്നു. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ ആ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രഖ്യാപന പെരുമഴ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ സാധാരണഗതിയിൽ ഈ ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ അത് കേവലം പ്രഖ്യാപനം മാത്രമായിരിക്കും എന്നുള്ള ആക്ഷേപം ഒഴിവാക്കാനാണ്, ബജറ്റിന്റെ പ്രഖ്യാപനങ്ങളിൽ മുങ്ങിപ്പോകാതിരിക്കാനുമാണ് കഴിഞ്ഞ ദിവസം, അതായത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തലേ ദിവസം ഇത്തരം വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും കെ എൻ ബാലഗോപാലിന്റെ ആ പെട്ടിയിൽ എന്തായിരിക്കും എന്ന് നമുക്ക് ഇന്ന് കാത്തിരിക്കാം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ബജറ്റ് ആകുമോ അതോ യാഥാർത്ഥ്യബോധമുള്ള ബജറ്റ് ആകുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്.